കേരളത്തിലെ മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച ശ്രീ വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നുവെന്ന സന്തോഷത്തിലാണ് കേരളത്തിലെ ഓരോ പൗരനുമുള്ളത്. ആ സന്തോഷത്തിന്റെ ഭാഗമാണ് ഞങ്ങളെല്ലാവരുമുള്ളത്. മന്ത്രിമാർ ആരൊക്കെയെന്നുള്ളത് പാർട്ടി നേതൃത്വം അടുത്ത ദിവസം തന്നെ വ്യക്തമാക്കും. ഏതായാലും ഏറ്റവും പരിചയസമ്പന്നരും ഏറ്റവും യോഗ്യരുമായ ഒരു മന്ത്രിസഭയായിരിക്കും അടുത്ത 5 വർഷക്കാലം കേരളത്തെ നയിക്കുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഒരു കാര്യമുള്ളത് ലീഗ് ഇവിടെ ഇപ്പോൾ അതിന്റെ വർഗീയ അല്ല, ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണല്ലോ. ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം ലീഗിനെ ചാരി എന്തെല്ലാം ധ്രുവീകരണ പ്രവർത്തനങ്ങളാണ് നടത്താൻ വേണ്ടി ചില വർഗീയ ശക്തികൾ ശ്രമിച്ചത്. അത്തരം ശ്രമങ്ങളെയൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് കേരള ജനത 102 സീറ്റ് നൽകി UDFന് ജയിപ്പിച്ചത്. അപ്പം അത്തരം ശ്രമങ്ങളൊന്നും കേരളത്തിൽ വിലപ്പോവില്ല എന്ന് അത് പ്രചരിപ്പിച്ച ആളുകൾ ഇനിയെങ്കിലും തിരിച്ചറിയാൻ തയ്യാറാവണം. പ്രത്യേകിച്ച് കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം, കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ച CPM അത് തിരിച്ചറിയാൻ തയ്യാറാവണം. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് മുസ്ലിം ലീഗിനെ ചാരി വലിയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. അതിനെതിരായിട്ടുള്ള ഒരു ജനവിധി കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അപ്പം അത്തരം ശ്രമങ്ങളിൽ നിന്ന് CPM BJP ഏതായാലും അത്ര ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത് അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ്, അതവർ ബൈ ഡിഫോൾട്ട് അങ്ങനെയാണ്. പക്ഷേ CPMനെ അങ്ങനെ ആയിരുന്നില്ല കേരളത്തിലെ ജനങ്ങൾ കണ്ടിരുന്നത്. അത് തിരിച്ചറിയാനും തെറ്റ് തിരുത്താനും കേരളത്തിലെ CPM തയ്യാറാവണം. അതല്ലെങ്കിൽ ബംഗാൾ പോലെ തന്നെ CPM ഒരു എടുക്കാത്ത നാണയമായി കേരളത്തിൽ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണം. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരൊക്കെ നടന്ന പ്രസ്താവനകൾ എങ്ങനെ കാണുന്നു? അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ല. അത്തരം ഏത് പ്രസ്താവനകളും കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കാത്ത പ്രസ്താവനകളാണ്. ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ ആര് നടത്തിയാലും, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നടത്തിയാലും അതൊന്നും കേരളത്തിൽ വിലപ്പോവില്ല എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. അതുകൊണ്ടാണല്ലോ UDFന് ഇത്ര വലിയ മാൻഡേറ്റ് കേരളത്തിലെ ജനങ്ങൾ നൽകിയത്. ഇപ്പൊ കേരളം അംഗീകരിക്കാത്ത ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിനെ പിന്നെന്തിനാണ് ഞങ്ങൾ സംസാരിക്കേണ്ട കാര്യം? ഈ ജനവിധി തന്നെയാണ് അതിന്റെ ജനകീയ പ്രതിരോധം. അല്ല, BJP ഞാൻ പറഞ്ഞല്ലോ, BJP അത്തരം ശ്രമങ്ങളൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ എത്രത്തോളം ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് BJP നടത്തിയത്. പക്ഷെ അതൊക്കെ വടക്കേ ഇന്ത്യയിൽ ചെലവാകും, കേരളത്തിൽ അത് ചെലവാകില്ല. കേരളത്തിൽ അത്തരം ഒരു ശ്രമങ്ങളും BJPയുടെയും RSSന്റെയും വർഗീയ ധ്രുവീകരണങ്ങൾ ഒരു നിലക്കും വിലപ്പോവില്ല എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. BJP ഇപ്പോഴും വിലപ്പോവാത്തൊരു കാര്യം വീണ്ടും വീണ്ടും പരീക്ഷിച്ചു നോക്കുന്നേ ഉള്ളൂ. അത് കേരളത്തിൽ വിലപ്പോവില്ല. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമയത്ത് തന്നെ എന്തെല്ലാം പ്രചരണങ്ങൾ അന്ന് നടത്തിയിരുന്നു. പിന്നെ എന്താണ്, തിരൂർ തീരത്ത് പാകിസ്ഥാന്റെ കപ്പൽ അടുക്കും എന്നിവരെയുള്ള പ്രചരണങ്ങളായിരുന്നില്ലേ അന്ന് നടത്തിയത്? മലപ്പുറം ജില്ല രൂപീകരിച്ചിട്ട് എത്ര വർഷമായി? അപ്പോൾ BJP എത്രയോ കാലമായി, RSSും BJPയും ഒക്കെ എത്രയോ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രചരണങ്ങളാണ്. ഞാൻ വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുന്നു, കേരളത്തിൽ അത് വിലപ്പോവില്ല. കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിക്കില്ല. അറബിക്കടലിലേക്കാണ് അത്തരം വർഗീയ പരാമർശങ്ങളെ കേരളത്തിലെ ജനങ്ങൾ വലിച്ചെറിയാൻ പോകുന്നത് ഇനിയുള്ള കാലത്ത്. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.